വിഷ്ണു ആർ.എസ്. ഞാൻ തിരുവനന്തപുരം പട്ടം SVT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്, വൃക്കരോഗ വിദഗ്ധനാണ്. നമുക്ക് സാധാരണ വളരെയധികം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മൂത്രത്തിലെ പഴുപ്പ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ജലദോഷവും പനിയും പോലെ മിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്നതാണ്. അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്ക് തടുക്കാനാകും എന്ന് നമുക്ക് നോക്കാം. മൂത്രത്തിലെ പഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൃക്കയിൽ നിന്നും മൂത്രനാളം വഴി മൂത്രസഞ്ചിയിലെത്തുന്നു. അവിടെ നിന്ന് അത് മൂത്രവാഹിനി വഴി പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എവിടെ ഉണ്ടാകുന്ന അണുബാധയും മൂത്രത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയാറുണ്ട്. സാധാരണഗതിയിൽ വരുന്നത് നമുക്ക് മൂത്രസഞ്ചിയിലാണ്, മൂത്രം കിടക്കുന്ന മൂത്രസഞ്ചിയിലാണ് സാധാരണ ഇൻഫെക്ഷൻ വരുന്നത്. അവിടെ നിന്ന് അത് ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറി വൃക്കകളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതിലിങ്ങനെ വരുമ്പം സാധാരണ ഉണ്ടാക്കുന്നത് ബാക്ടീരിയകളാണ് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. കൂടുതലും ബാക്ടീരിയകളാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, തരിപ്പ്, അടിവയറ് വേദന, പിന്നെ ഒരു പനി, ചെറിയ രീതിയിലുള്ള പനി, പിന്നെ വിറയൽ, പിന്നെ അസുഖം കൂടുമ്പോൾ പനിയും വളരെ കാഠിന്യമുള്ള പനിയാവും, വിറയിൽ വരും, ഛർദ്ദിക്കാൻ വരും തുടങ്ങിയവയാണ് ഈ മൂത്രത്തിലെ പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ. മൂത്രത്തിൽ കൂടി പഴുപ്പ് വരുന്നതായിട്ട് തോന്നാം, മൂത്രത്തിൽ രക്തത്തിൻ്റെ അളവ് ഉണ്ടാവാം. ഇതൊക്കെയാണ് മൂത്രത്തിലെ പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഈ അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് മൂത്രത്തിലുള്ള പഴുപ്പിൻ്റെയോ രക്തത്തിൻ്റെ RBCയുടെയൊക്കെ നോക്കാനാണ്. അതൊന്നും ചെയ്ത് നോക്കിയാൽ മതി. അതിൽ പസ്സൽസ് എന്ന് കാണും, പസ്സൽസ് അല്ലെങ്കിൽ WBC എന്ന് കാണും. അത് യൂഷ്വലി യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പം അതൊരു 10 മുകളിലൊക്കെ വരികയാണ്, അല്ലെങ്കിൽ പ്ലെൻറ്റി എന്നൊക്കെ എഴുതിയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് യൂറിനറി ഇൻഫെക്ഷനായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതിനുശേഷം എത്രത്തോളം സിവിയർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൗണ്ട് നോക്കും, ടോട്ടൽ കൗണ്ട് കൂടുതലാണോ എന്ന് നോക്കും. പിന്നെ അത് കിഡ്നിയെ ബാധിച്ചിട്ട് അറിയാൻ വേണ്ടി ക്രിയാറ്റിൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. കൗണ്ട്, CRP അങ്ങനെ ഇൻഫെക്ഷൻ്റെ പാരാമീറ്റേഴ്സ്, ക്രിയാറ്റിൻ എന്നൊരു ടെസ്റ്റ് ചെയ്യും നമ്മൾ. അതിനുശേഷം ഇത്രയും ചെയ്തിട്ട് സാധാരണഗതിയിൽ ഇതിൽ വലിയ കൗണ്ടൊന്നും കൂട്ടില്ല, ചെറുതാണെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് യൂറിൻ കൾച്ചർ ചെയ്യും. യൂറിൻ കൾച്ചർ ചെയ്തിട്ട് ഏത് ബാക്ടീരിയ ആണെന്ന് നോക്കിയിട്ട് നമ്മൾ പക്ഷേ നല്ല ലക്ഷണം ഉണ്ടെങ്കിൽ ആദ്യം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഇവർ എല്ലാത്തിനും ചേരുന്ന ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. യൂറിൻ കൾച്ചർ നോക്കിയിട്ട് ആൻറ്റിബയോട്ടിക് മാറ്റും. സാധാരണ ടാബ്ലറ്റ് മതി, കഴിക്കുന്ന മരുന്ന് മതി. ഇനി കൗണ്ട് കൂടുതലാണ്, ക്രിയാറ്റിൻ കൂടുതലാണ്, അങ്ങനത്തെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. പിന്നെ കൗണ്ട് കൂടുതലാണ്, നല്ല വിറയലുണ്ട്, കിഡ്നിയെ ബാധിച്ചിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കിഡ്നിയിൽ പഴുപ്പുണ്ടെങ്കിൽ അതിനെ പൈലോനെഫ്രൈറ്റിസ് എന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളിലും കിഡ്നിക്കകത്ത് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ചയൊക്കെ സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ കിഡ്നിക്കകത്ത് കല്ലുണ്ടെങ്കിൽ, കിഡ്നിക്കകത്ത് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു സ്കാൻ എടുത്ത് നോക്കുന്ന തെറ്റില്ല, എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചികിത്സിച്ച് മതിയാക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത് മാറുന്നതാണ്. പിന്നെ വീണ്ടും യൂറിൻ ഇൻഫെക്ഷൻ വരാറുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ളവർക്കും, പിന്നെ കിഡ്നിക്ക് അസുഖമുള്ളവർക്കും, കല്ലുള്ളവർക്കും ഒക്കെ വീണ്ടും ഇങ്ങനെ വൃക്കകളിൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ കാരണങ്ങൾ, ഷുഗർ ഉള്ളവർ ഷുഗർ വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് വയ്ക്കണം. പിന്നെ കല്ല് അതൊക്കെ ഉള്ളവർ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഇനി സ്ഥിരമായിട്ട് വരാതിരിക്കാമെന്നുള്ളത്, നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം ആവശ്യത്തിന് കുടിക്കണം. വെള്ളം കുടിക്കാൻ പറ്റും. ചിലപ്പോൾ ഹാർട്ടിന് അസുഖമുള്ളവർക്കൊക്കെ വെള്ളം കുടിക്കാൻ പറ്റില്ല. അല്ലാത്തവരൊക്കെ നല്ലോണം ദിവസം 2 ലിറ്ററിനും 3 ലിറ്ററിനും ഇടയ്ക്ക് വെള്ളം കുടിക്കുക. മൂത്രം ഒഴിക്കുന്ന ഭാഗമെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നല്ല ഹൈജീനായിട്ടെല്ലാം സൂക്ഷിക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് തടുക്കാൻ പറ്റും. ഇനി പിന്നെ ചെറിയ ലക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കിഡ്നിയെ ബാധിക്കാതെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാതെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് നമ്മൾ നെഫ്രോളജിസ്റ്റ് കണ്ടിട്ട് നമ്മൾ ചിലപ്പം ആൻറ്റിബയോട്ടിക് പ്രൊഫിലാക്സ് കൊടുക്കാറുണ്ട്. ഒരു 3 മാസമൊക്കെ സ്ഥിരമായിട്ട് രാത്രി കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കാറുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ചെറിയ ഇൻഫെക്ഷൻ വല്ലതും നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുകയും നമ്മുടെ ബാക്കി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും പിന്നെ ചെറിയ ഇത് വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണുകയും ചെയ്താൽ ഇത് മൂത്രത്തിലെ പഴുപ്പ് വലിയ പ്രശ്നമാകാതെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.